മഹാകാവ്യങ്ങൾ ഓർഡറിൽ നോക്കാം. രാമചന്ദ്രവിലാസം, രുക്മാംഗദചരിതം, പാണ്ഡവോദയം, കേരളം, കേശവീയം, ഉമാകേരളം, സാവിത്രി മാഹാത്മ്യം, ചിത്രയോഗം, വിജയോദയം, വഞ്ചീശവംശം, ഗോശ്രീശാദിത്യ ചരിതം, ശ്രീയേശുവിജയം, വേദവിഹാരം. അതായത് രാമചന്ദ്രനും രുക്മാംഗദനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? പാണ്ഡവരെ കാണാനായിട്ട് കേരളത്തിലേക്ക് പോകുന്നു. ഓക്കെ, രാമചന്ദ്രനും രുക്മാംഗദനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ പാണ്ഡവരെ കാണാനായിട്ട് കേരളത്തിലേക്ക് പോകുന്നു. അവിടെ പാണ്ഡവരുടെ ഗുരുവായിട്ടുള്ള കേശവനെ കാണുന്നു. കേശവനോട് ചോദിക്കുന്നു, പാണ്ഡവരെവിടെ പോയി എന്ന് ചോദിക്കുന്നു. അപ്പോൾ കേശവൻ അറിയാത്തത് കൊണ്ട് ഭാര്യയായിട്ടുള്ള ഉമാകേരളത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ഉമാകേരളം പറയുന്നു, അവർ ഏറ്റവും മഹാത്മ്യമുള്ള തങ്ങളുടെ മകളായ സാവിത്രിയോടൊപ്പം ചിത്രങ്ങൾ വരച്ച് പഠിക്കുന്നതിനായിട്ട് പോയിരിക്കുന്നു എന്ന് പറയുന്നു. പെട്ടെന്ന് അവിടെ വിജയാഘോഷങ്ങളൊക്കെ ആയിട്ട് ഒരു വഞ്ചിയിൽ ഒരു വലിയൊരു വംശം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വിജയശ്രീ ലളിതയെ വഞ്ചിയിൽ കുറേ ആൾക്കാർ വരുന്നു. അപ്പോൾ അത് പാണ്ഡവരാണെന്ന് മനസ്സിലാക്കി ഗോശ്രീശാദിത്യ ചരിതം, അതായത് ഒരു പശുവിനെ അവർ സ്വീകരിക്കുന്നതിനായിട്ട് ഒരുക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ പാണ്ഡവരോട് ചോദിക്കുന്നു, എന്ത് ചിത്രം വരച്ചാണ് നിങ്ങളിന്ന് വിജയിച്ചത്? അപ്പോൾ ശ്രീ യേശു വിജയത്തെക്കുറിച്ച് വരച്ചാണ് ഞങ്ങളിന്ന് വിജയം നേടിയത്. അങ്ങനെ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വേദവിഹാരത്തിലേക്ക് കടക്കുന്നു, അതായത് ആശ്രമത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, അപ്പോൾ രാമചന്ദ്രനും രുക്മാംഗദനും കൂട്ടുകാർ പാണ്ഡവരെ കാണാനായിട്ട് കേരളത്തിലേക്ക് വന്നു. അവിടെ കേശവൻ ഗുരുവിൻ്റെ ഭാര്യ ഉമാകേരളം, സാവിത്രി മകള്, അവർ ചിത്രയോഗ ക്ലാസ്സിന് പോയെന്ന് പറയുന്നു. വിജയശ്രീ ലളിതയായിട്ട് വഞ്ചിയിൽ വരുന്നു. അങ്ങനെ ഒരു ഗോവിനെ വെച്ച് അവർ ആനയിക്കുന്നു. ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ യേശു വിജയമാണ് വരച്ച ചിത്രം എന്ന് പറയുന്നു. വേദവിഹാരത്തിലേക്ക് ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് കടക്കുന്നു. ഇതിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, പാണ്ഡവരും അതുപോലെ ഗുരുവിൻ്റെ മകളായ സാവിത്രി, പിന്നെ വഞ്ചി, പിന്നെ ഈ പറയുന്ന ഗോവ്, വഞ്ചി, സാവിത്രി, പാണ്ഡവർ, ഇത് 4ഉം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റേതാണ്. ഓക്കെ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റേതാണ് പാണ്ഡവരും സാവിത്രിയും ഈ പറയുന്ന വഞ്ചീശംശവും ഗോശ്രീശാദിത്യ ചരിതവും കൊച്ചുണ്ണി തമ്പുരാൻ്റേതാണ്. ഓക്കെ, അത് രാമചന്ദ്രവിലാസം. രാമചന്ദ്രൻ ഏറ്റവും സുന്ദരൻ, അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഓർമ്മിച്ച് വയ്ക്കുക, രാമചന്ദ്രൻ അഴകത്ത്, ഏറ്റവും അഴകുള്ളത് അഴകത്ത് പത്മനാഭക്കുറുപ്പ് 1904. ഇനി രുക്മാംഗദചരിതം, രുക്മാംഗദം പന്തളം, വെച്ച് കണക്ട് ചെയ്യുക, രുക്മാംഗദം പന്തളം. ഓക്കെ, രുക്മാംഗദചരിതം പന്തളം കേരളവർമ്മ. അത് കഴിഞ്ഞ് കേശവീയം KC കേശവപിള്ള, മറക്കരുത്, കേശവീയം KC കേശവപിള്ള ഓക്കെ. ഉമാകേരളം ഉള്ളൂർ, ഉമാകേരളം ഉള്ളൂർ. അത് കേരളം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, മറ്റത് കൊച്ചുണ്ണി തമ്പുരാൻ എന്ന്. കേരളം ഇത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരളം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചിത്രയോഗം വള്ളത്തോൾ, അതായത് വള്ളത്തിലാണ് ചിത്രം പഠിക്കാനായിട്ട് പോയെന്ന് ഓർമ്മിക്കുക. ചിത്രയോഗം വള്ളത്തോൾ എഴുതിയ ആൾക്കാരുടെ പേരാണ് പറയുന്നത് കേട്ടോ. അത് ശ്രീ യേശു വിജയം ചെറിയാൻ മാപ്പിള. യേശുവിന് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, എല്ലാവർക്കും വിജയമാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രീ യേശു വിജയം ചെറിയാൻ മാപ്പിള. വേദവിഹാരം KV സൈമൺ. വേദവിഹാരം എഴുതിയത് KV സൈമൺ. അതായത് നമ്മുടെ ആശ്രമം വേദവിഹാരം എന്ന് പറയുന്ന ആ വിഹാരം എന്തായിരുന്നു? മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു അല്ലേ? KV സൈമൺ, വേദവിഹാരം സൈമൺ.